നമ്മുടെ കോംപ്ലക്സ് നമ്പറിൽ നിന്നുള്ള എലമെൻ്റാണ് ലാംഡ എന്ന് പറയുന്നത്. ഈ ലാംഡ എ മൈനസ് ലാംഡ ഐൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ബൗണ്ടഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? റെഗുലർ പോയിൻ്റ് ആയിരിക്കും. അങ്ങനെ അല്ലാത്ത ലാംഡകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പെക്ട്രം പോയിൻ്റ് എന്ന് വിളിക്കുക. ഇതിൽ എ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഓപ്പറേറ്ററാണ്, ഫ്രം എക്സ് ടു എക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിഗ്മ ഓഫ് എ, നമ്മുടെ സ്പെക്ട്രം 3 ടൈപ്പ് ഉണ്ട്. പോയിൻറ്റ് സ്പെക്ട്രം ഉണ്ട്, കണ്ടിന്യൂസ് സ്പെക്ട്രം ഉണ്ട്, റെസിജ്വൽ സ്പെക്ട്രം ഉണ്ട്. പോയിൻറ്റ് സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മുടെ എക്സിൽ നിന്നുള്ള ഒരു ടേമാണ്. എക്സ് എന്ന് പറയുന്നത് സച്ച് ദാറ്റ് എ എക്സ് ഇക്വൽ ടു ലാംഡ എക്സ്, അഥവാ നമ്മുടെ ഐഗൺ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോയിൻറ്റ് സ്പെക്ട്രം എന്ന് പറയാം. ഇതിൽ നോക്കിയാൽ നമുക്ക് എന്ത് എഴുതാം? എ മൈനസ് ലാംഡ ഐ എക്സ് ഇക്വൽ ടു 0 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ നമ്മുടെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു എലമെൻ്റെങ്കിലും എവിടെ ഉണ്ടാവും? നമ്മുടെ ഡൊമെയിനിലുണ്ടാവും. എന്ന് വെച്ചാൽ കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ 0 അല്ല, അഥവാ ഇതെന്തല്ല? 1-1 മാപ്പിംഗ് അല്ല നമ്മുടെ പോയിൻറ്റ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മ ഓഫ് എന്ന് ഈ പോയിൻറ്റ് സ്പെക്ട്രം ഒഴിവാക്കിയിട്ടുള്ള ലാംഡകൾ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. പ്ലസ് ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്തായിരിക്കണം? എക്സിൽ ഡെൻസ് ആയിരിക്കണം. ഇനി പോയിൻറ്റ് സ്പെക്ട്രം അല്ല, റെസിജ്വൽ സ്പെക്ട്രം അല്ല, നമ്മുടെ റെഗുലർ പോയിൻറ്റും അല്ലെങ്കിൽ അതെന്തായിരിക്കും? റെസിജ്വൽ പോയിൻ്റ് ആയിരിക്കും. നമ്മുടെ സ്പെക്ട്രത്തിൽ തന്നെ ഉള്ളതാണ്, പക്ഷെ അത് പോയിൻറ്റ് സ്പെക്ട്രം അല്ല, കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല എങ്കിൽ അതെന്തായിരിക്കും? റെസിജ്വൽ സ്പെക്ട്രം ആയിരിക്കും.